നമുക്കൊന്നുകൂടി ഡൽഹിയിലേക്ക് പോകാം. അവിടെ PR അരവിന്ദ് KC വേണുഗോപാലിന്റെ വീട്ടിൽ നിന്നും ചേരുന്നുണ്ട്. അരവിന്ദ്, ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. നമുക്ക് ഈ ചർച്ചയിലേക്ക് തന്നെ വരാം. ഇന്നിപ്പോൾ ഖർഗെ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുന്നു. അപ്പോൾ ഈ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ 3 നേതാക്കളുമായി സംസാരിക്കേണ്ടതുണ്ടോ? കാരണം അനുനയിപ്പിക്കേണ്ടതുണ്ടല്ലോ. ഏത് സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ്. 3 പേർക്കും വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വീണ്ടും ഒരു ചർച്ച ഉണ്ടാകുമോ, അതല്ല ഡയറക്റ്റ് പ്രഖ്യാപനത്തിലേക്കായിരിക്കുമോ? പ്രചുരമൃത നേരിട്ടൊരു പ്രഖ്യാപനത്തിലേക്ക് തന്നെയാകും ഹൈക്കമാൻഡ് കടക്കുക. കാരണം ചർച്ചകളെല്ലാം ഇതിനോടകം തന്നെ അവസാനിച്ചു കഴിഞ്ഞു. 3 നേതാക്കൾ, പ്രധാനമായും മുഖ്യമന്ത്രി പദത്തിലേക്ക് അവകാശവാദം ഉന്നയിച്ച 3 നേതാക്കളുമായി ആദ്യം ഹൈക്കമാൻഡ് ചർച്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷം പ്രശ്നം പരിഹരിക്കാതെ വന്നപ്പോഴാണ് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ അടക്കമുള്ളവരെ നേരിട്ട് തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് ചർച്ചകൾ നടത്തിയത്. കഴിഞ്ഞ ദിവസം മാരത്തോൺ ചർച്ചയാണ് സോണിയാഗാന്ധിയുടെ വസതിയിൽ നടന്നത്. എന്തായാലും അതിനെല്ലാം അന്ത്യം കുറിച്ചുകൊണ്ടാണ് വൈകുന്നേരം 5:30 തന്നെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തുക. ശേഷം ഒരു പ്രഖ്യാപനം ഉണ്ടാവും. കാരണം ദിവസങ്ങൾ പിന്നിട്ട് കഴിയും. ഇനിയും ജനങ്ങളെയും പ്രവർത്തകരെയും ഇത്തരത്തിൽ കാത്തിരിക്കാൻ അനുവദിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നേതൃത്വം അടക്കം വ്യക്തമാക്കുന്നത്. ഘടകകക്ഷികളടക്കം ശക്തമായ എതിർപ്പ്. അത് ഒരു ഘടകകക്ഷി മാത്രമല്ല, എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തിയാണ് ഈ വിഷയത്തിൽ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ ഒരു പ്രഖ്യാപനത്തിന് തന്നെയാകും ഹൈക്കമാൻഡ് നീക്കം നടത്തുക. എന്തായാലും രാഹുൽ ഗാന്ധിയും ഖാർഗെയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏത് നിമിഷം വേണമെങ്കിലും കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആയിരുന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. എന്തായാലും KC വേണുഗോപാലിന്റെ വസതിക്ക് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ലോധി എസ്റ്റേറ്റിലെ 51 വസതിക്ക് മുന്നിലാണ്. എന്തായാലും KC വേണുഗോപാൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ 2ാം ദിവസം തന്നെ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. അന്ന് VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഹൈക്കമാൻഡിൽ നടന്നിരുന്നു. അതിനുശേഷം അധികം കൂടിക്കാഴ്ചകളൊന്നും ഡൽഹിയിൽ KC വേണുഗോപാലിന് ഉണ്ടായിരുന്നില്ല. തികച്ചും പ്രതീക്ഷയിൽ തന്നെയാണ് KC വേണുഗോപാൽ വസതിയിലുള്ളത്. കാരണം MLA-മാരുടെ അടക്കം പിന്തുണ KC വേണുഗോപാലിന് ലഭിക്കുന്നുണ്ട്. മുൻപ് നടന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തതും KC വേണുഗോപാലിന് പ്രതീക്ഷ കൂടുതൽ വയ്ക്കുന്നതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം എത്തിയ പല നേതാക്കളും KC വേണുഗോപാലിനെ കൂടുതലായി പിന്തുണച്ചിട്ടുണ്ട്. ജനവികാരം ഹൈക്കമാൻഡ് പരിഗണിക്കുമോ എന്നതാണ് KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ചില ആശങ്കയായി തുടരുന്നത്. എന്തായാലും KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ വസതിയിലുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന KC വേണുഗോപാൽ ഈ കേരളത്തിന്റെ വിജയത്തിന് പിന്നാലെ KC വേണുഗോപാലിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ സ്ഥാപിച്ച ഫ്ലക്സുകളാണ്. കേരള വിധാൻസഭ ചുനാവ് കി ഐതിഹാസിക് ജീത്തോ ഹാദിർ ബഡായി. അതായത് KC വേണുഗോപാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ KC വേണുഗോപാലിന് വലിയ രീതിയിലുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ഇവിടെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. നേരത്തെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് അടക്കം കേരള ഹൌസിന് മുന്നിലും KC വേണുഗോപാലിന്റെ വീടിന് ഫ്രണ്ടിലും എല്ലാം വലിയ രീതിയിലുള്ള ഫ്ലക്സുകൾ സ്ഥാപിച്ചിരുന്നു. എന്തായാലും ആ പ്രതീക്ഷകളെല്ലാം KC വേണുഗോപാലുണ്ട്. എന്തായാലും VD സതീശന്റെ വസതിയിൽ കാണുന്നത് പോലെ പ്രവർത്തകരുടെ ഒഴുക്കൊന്നും ഇവിടെ ഇല്ല. KC വേണുഗോപാലും അദ്ദേഹത്തിന്റെ കുടുംബവും മാത്രമാണ് ഈ വസതിയിലേക്ക് ഉള്ളത്. എന്തായാലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് കോൺഗ്രസിൽ എന്തിന്റെയും ഏത് കാര്യമായാലും അതിന്റെ ഏറ്റവും ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത്, അന്തിമ തീരുമാനം എന്ന് പറയുന്നത് ഹൈക്കമാൻഡാണ്. അത് ഏത് വിഷയമായാലും അങ്ങനെയാണ്. ഇതിപ്പോൾ ഈ വിഷയം ഹൈക്കമാൻഡിന് മുന്നിലെത്തിയിട്ട് 10 ദിവസമാകുന്നു. അപ്പോൾ പോലും ഒരു പേരിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് BJP വെറുതെ അല്ലല്ലോ ഇത്തരത്തിൽ വിമർശനങ്ങൾ കോൺഗ്രസിനെതിരെ ഉയർത്തുന്നത്. ദേശീയതലത്തിൽ അത് രാഷ്ട്രീയമായൊക്കെ തന്നെ BJP ഇതിനോടകം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. കേരളത്തിലെ കാര്യം പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ അത് പ്രധാനമന്ത്രി നടത്തി, പിന്നീട് മറ്റ് പല നേതാക്കളും നടത്തുന്നു മറുഭാഗത്ത്. ഇതെല്ലാം ഹൈക്കമാൻഡ് നോക്കുന്നുണ്ടാകുമല്ലോ. അപ്പോൾ ഒരു ഫോർമുല ഉണ്ടാക്കാൻ, ഒരു ഡിസിഷൻ ഉണ്ടാക്കാൻ പോലും ഹൈക്കമാൻഡിന് ത്രാണിയില്ലേ എന്ന ചോദ്യം മറുപക്ഷം ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ 3 പേരല്ല, അല്ലെങ്കിൽ മറ്റൊരു പേര്, ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ? അല്ല ഈ 3 പേരിൽ തന്നെ ചുറ്റിക്കറങ്ങുകയാണോ ഈ അവസാനത്തെ ചർച്ചകളും? അതല്ലെങ്കിൽ മറ്റെന്തുണ്ട്? ഒരു ഫോർമുല, ഒരു ടേം വ്യവസ്ഥയൊക്കെ ഇപ്പോഴും ചർച്ചകളിലുണ്ടോ? ഈ 3 പേരല്ലാതെ മറ്റൊരു പേരിലേക്ക് ഹൈക്കമാൻഡ് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രധാനമന്ത്രി നേരിട്ട് തന്നെ വലിയ വിമർശനം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയർത്തിയിരുന്നു. കാരണം കർണാടകയിലടക്കം ചൂണ്ടിക്കാണിച്ചത് 5 വർഷത്തിനിടെ 5 മുഖ്യമന്ത്രിമാർ കേരളത്തിൽ എത്തുമോ എന്നടക്കമുള്ള വിമർശനങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കുന്നില്ല, മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല അടക്കമുള്ള വിമർശനങ്ങളാണ് കോൺഗ്രസ് ഉയർത്തത്. ഇന്നും BJPയുടെ പല നേതാക്കളും വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെ തിരക്കിട്ട ചർച്ചകൾ നടന്നിരുന്നു. എന്തെങ്കിലും ഫോർമുല ഇനി ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുമോ എന്നത് ഉറ്റുനോക്കേണ്ടതാണ്. മുൻപ് കർണാടക തെരഞ്ഞെടുപ്പ് വേളയിൽ നമുക്കറിയാം DK ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കമുണ്ടായപ്പോൾ 2.5 വർഷം സിദ്ധരാമയ്യ ഭരിക്കട്ടെ, അടുത്ത 2.5 വർഷം DK ശിവകുമാർ ഭരിക്കട്ടെ എന്നൊരു ഫോർമുല ഹൈക്കമാൻഡ് മുന്നോട്ട് വച്ചിരുന്നു. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് എഴുതി വാങ്ങിച്ചു എന്നതൊക്കെ ആയിരുന്നു നേതാക്കൾ പറഞ്ഞത്. പക്ഷേ ഈ 2.5 വർഷം കഴിഞ്ഞ ശേഷം അവിടെ ഉണ്ടായ തർക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള പ്രതിസന്ധി കർണാടക കോൺഗ്രസിൽ ഇപ്പോഴും തുടരുന്നു അധികാരത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മത്സര രംഗത്തുള്ള 3 നേതാക്കളും ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുല അത് അംഗീകരിക്കുമോ എന്നത് ഏറെ പ്രധാനമാണ്. മുൻപ് നടന്ന പല സംസ്ഥാനങ്ങളിൽ
ഘട്ടങ്ങളിലും ഫോർമുലകൾ മുന്നോട്ട് വച്ചെങ്കിലും അതൊന്നും പാലിക്കപ്പെടാത്തതും ഈ നേതാക്കളെ ആശയക്കുഴപ്പത്തിലാക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും അന്തിമ തീരുമാനത്തിലേക്ക് ഇനി കൂടുതൽ ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നില്ല. കാരണം എല്ലാ നേതാക്കളെയുമായി ചർച്ച നടത്തി. ഇന്നലെ പല ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വന്നു. കാരണം നേതാക്കളെ എല്ലാം വിളിച്ചു കഴിഞ്ഞു. ഇനി ആകെ ഡൽഹിക്ക് വിളിപ്പിക്കേണ്ടത് വോട്ടർമാരെ ആയിരുന്നൊക്കെ ട്രോളുകളെല്ലാം പല സമൂഹ മാധ്യമങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നേതാക്കളുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടന്നിരുന്നു, ഘടകകക്ഷികളുമായി സംസാരിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത്. ജനവികാരം, അതുപോലെ തന്നെ മൂന്ന് മാനദണ്ഡങ്ങളാണ് കൃത്യമായി ഹൈക്കമാൻഡ് പരിശോധിച്ചത്. MLA-മാരുടെ പിന്തുണ, ജനവികാരം, അതോടൊപ്പം തന്നെ മറ്റ് മാനദണ്ഡങ്ങൾ കൃത്യമായി തന്നെ ഹൈക്കമാൻഡ് പരിശോധിച്ചിട്ടുണ്ട്. എന്തായാലും ഏത് മാനദണ്ഡമായിരിക്കും ഹൈക്കമാൻഡ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ MLA-മാരുടെ പിന്തുണയടക്കം പരിശോധിച്ചുകൊണ്ട് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അതിനെ എങ്ങനെ സ്വീകരിക്കുമെന്നതും ഏറെ പ്രധാനമാണ്. കാരണം വയനാട്ടിലടക്കം പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന സ്ഥലമാണ്. ഘടകകക്ഷികളുടെ പിന്തുണ തീർച്ചയായും VD സതീശനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് കൂടിയാലോചനകൾ നടത്തിയൊരു തീരുമാനത്തിലേക്ക് പോകും എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. 5:30 കോൺഗ്രസ് അധ്യക്ഷനും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുക. അതിനുശേഷം ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന 3 പേരിൽ നിന്ന് തന്നെയായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാകുക. മറ്റ് പേരുകളിലേക്കൊന്നും ഹൈക്കമാൻഡ് പോകില്ല. പ്രജിൻ, അമൃത. Late celebration, a bit of a surprise. And there is a review designed with, so let's have a look at this one. TV Empire Director, review for leg before, start from the front foot please. Yes, that's a process. യെസ്, ഓൺ സ്ക്രീൻ ഡിസിഷൻ പെൻഡിംഗ് എന്ന് തന്നെയാണ്. എന്തായാലും അതിലൊരു തീരുമാനം ഇനി 5:30 ശേഷം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.